ഞാനത് പറഞ്ഞു നേരത്തെ, അത് ഏതാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതാണ് വ്യക്തമാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നരേന്ദ്രമോദിയും കേന്ദ്ര ഗവൺമെന്റും പറയുന്നൊരു ബ്ലൂ എക്കോണമി ഉണ്ട്. ആ ബ്ലൂ എക്കോണമിയിൽ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് സമീപനം, അത് അല്ല സംസ്ഥാന ഗവൺമെന്റ് സമീപനം, അത് വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ബാക്കി നമുക്ക് വിശദമായിട്ട് പിന്നീട് എടുക്കാം. അത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യമാണ്. അതറിയാതെ സംഭവിച്ചതാകാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. ഏതായാലും കീഴ്വഴക്കങ്ങളിലോ നമ്മുടെ നടപടിക്രമങ്ങളിലോ അത്തരമൊരു കാര്യമില്ല, ഇതേവരെ സംഭവിച്ചിട്ടില്ല. അത് ബഹുമാനപ്പെട്ട സ്പീക്കർ അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി. വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കേണ്ട കാര്യമില്ല. അതിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. അതിലെ ആദ്യത്തെ 2 ഈരടികളാണ് ചൊല്ലേണ്ടത്. അതാണ് ഇവിടെ ചൊല്ലിയത്. ആ ചൊല്ലിയതിന് പിന്നെ മറ്റ് തടസ്സങ്ങളില്ല. യഥാർത്ഥത്തിൽ വന്ദേമാതരം ആ 2 ഈരടി ചൊല്ലുമ്പോൾ തന്നെ നമ്മൾ ദേശീയ ഗാനം ചൊല്ലുന്നു പോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമില്ല. യഥാർത്ഥം ഇരുന്ന് കേൾക്കേണ്ടതാണ്. പക്ഷേ എഴുന്നേറ്റ് നിന്നാണ് എല്ലാവരും അത് കേട്ടത്. അത് ഞങ്ങളും പിന്നെ എഴുന്നേറ്റ് നിൽക്കാമെന്ന് വെച്ചു. അതാണ് ഒരു പൊതു സമീപനത്തിൽ നിന്ന് വ്യത്യസ്ത വേണ്ട എന്നുള്ളത് കൊണ്ട്. എന്നാൽ 2 ഈരടി ചൊല്ലാന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യം ആണ് ഇവിടെ നടന്നത്. മറ്റത് മുഴുവൻ ചൊല്ലുക എന്നത് അത് RSS അജണ്ടയാണ്. ആ RSS അജണ്ട നടപ്പാക്കേണ്ട ബാധ്യത നമ്മുടെ കേരളത്തിലില്ല. നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത് മുഴുവൻ ചൊല്ലുന്ന അവസ്ഥയുണ്ടായി. അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ അനുഭവത്തിൽ നിന്ന് ഗവൺമെന്റ് കർക്കശമായ നിലപാട് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഗവർണർ അറിയിച്ചപ്പോൾ അത് പാടില്ല എന്നുള്ള നിലപാട് എടുത്തിട്ടുണ്ടാവും. ഏതായാലും ഇതാണ് ശരിയായ നിലപാട്, ഇതാണ് സ്വീകരിക്കേണ്ട നിലപാട്. നമുക്കതെല്ലാം സമയമുണ്ടല്ലോ. എല്ലാം ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നമ്മൾ എടുക്കണ്ടല്ലോ. നമ്മൾ പ്രതീക്ഷയോടെ നോക്കാം എന്താണ് നടക്കുന്നത്, അതിനുശേഷം പറയാം.